എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വെച്ചൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഇവിടെ ഞാനൊരു 4 മാങ്ങ എടുത്തിട്ടുണ്ട്. അധികം മൂത്തിട്ടൊന്നുമില്ല, കാരണം 4 മീഡിയം സൈസ് മാങ്ങയാണ്. നമുക്ക് അതൊന്ന് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതേ മാങ്ങ ഇതേ കണ്ടീഷനിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നീളത്തിൽ മാങ്ങപ്പൂളൊക്കെ എന്ന് പറയില്ലേ, ഇങ്ങനെ. ഇനി നമുക്ക് അതിലേക്കൊരു മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തീയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 10 വറ്റൽമുളക് ഇട്ട് നമ്മളതൊന്ന് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. സിമ്പിളാണ്, എല്ലാം ടേസ്റ്റിയാണ്. എത്ര ഐറ്റം കറി ഉണ്ടെങ്കിലും വീട്ടമ്മമാർക്കൊക്കെ ഇതുപോലെ ഒരു റെസിപ്പി അത്യാവശ്യമാണ്. അപ്പോൾ മുളകെല്ലാം നല്ലതുപോലെ ഒന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇതേ ഒരു കണ്ടീഷനിൽ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു 1/2 സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ലോ ഫ്ലെയിമിലിടുക. ഉലുവ ഒന്ന് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഉലുവ അതാ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക്, അതായത് 1/2 സ്പൂൺ വേണ്ട, അതിനേക്കാൾ കുറച്ച് കടുകും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കടുക് പതിയെ ഒന്ന് പൊട്ടി വരുന്ന ഒരു കണ്ടീഷൻ ആകുന്ന സമയത്ത് നമ്മൾക്ക് അത് ഫ്ലെയിം ഓഫ് ആക്കണം. ഇതേ കണ്ടീഷനിൽ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ ചൂടാക്കി വെച്ച മുളക് പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു പൊടിക്കുന്ന ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷനിലാണ് അല്പം തരിതരിപ്പായിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ചെറിയ തരിയേ ഉള്ളൂ. ഇനി ആ മുളകിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച കടുകും ഉലുവ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 കറക്കൽ. കാരണം കടുകും ഉലുവയും നമ്മൾ അധികം പൊടിയണ്ട. നമ്മൾ അച്ചാർ പൊടിയുടെ സ്റ്റൈലിൽ കണ്ടില്ലേ, വീഡിയോയിൽ കണ്ടാലറിയാം, ചെറിയ തരിതരിപ്പായിട്ട്. അപ്പോൾ ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ നമ്മളത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാങ്ങ കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒരു പരന്ന പാത്രം എടുത്തിട്ട് ആ മാങ്ങ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നാലും എൻ്റെ ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടികൾ ഒരു 2-2.5 സ്പൂൺ അളവിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് പൊടി ബാലൻസ് ഉണ്ട്, നമ്മൾക്കത് പിന്നെ ഉപയോഗിക്കാം. ആ പൊടികൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് അതിനൊരു കഷ്ണം എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വിനീഗറാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. വിനീഗർ ഞാൻ ഒരു 2 സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം അത് നമ്മൾ വേവിക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇനി വേണമെന്നുള്ളവർക്ക് അല്പം ചേർത്ത് കൊടുക്കാം. വിനീഗറും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾക്ക് ഒരു കഷ്ണം എടുത്ത് കഴിക്കാനൊക്കെ തോന്നുന്നില്ലേ. അപ്പോൾ ഇത് തൈര് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് നന്നായിട്ട് യോജിക്കും. തക്കാളിച്ചോറ്, ലെമൺ റൈസ്, ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾക്ക് കൊടുക്കാം. ഓഫീസിലേക്കും സ്കൂളിലേക്കും പോകുന്ന കുട്ടികൾക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഉപ്പെല്ലാം നോക്കി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്കൊരു വറവാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2.5 സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം കടുക് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4-5 വെള്ളുള്ളി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു അല്പം മുളക് പൊടി, ഒരു കളറിന് വേണ്ടി, അതും കൂടി ആ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ മാങ്ങ അടിപൊളി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഉപ്പും മുളകെല്ലാം നല്ല കറക്റ്റായിട്ട്.
ഇത് നമ്മൾ ഒരു ദിവസം വെച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഒരാഴ്ചയോളം അത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിനി മാങ്ങ കിട്ടുമ്പോൾ, മാങ്ങ സീസണൊക്കെ ആണല്ലോ, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനത് ഇപ്പം തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കുറച്ച് തൈരുണ്ട്, പിന്നെ ആ മാങ്ങയും കൂടി ആയാൽ ഉഷാറായി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.